വൈകിയതിന് തീർച്ചയായും നിങ്ങൾ കണ്ടല്ലോ ഏത് ദിശയിലാണ് ഈ ചർച്ച പോയതെന്ന്. ശ്രീ അഭിജിത്ത്, സ്വാഭാവികമായി നിങ്ങളും അന്വേഷിച്ചിരിക്കുമല്ലോ എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാർക്ക കമ്പി അടക്കമുള്ള കാര്യങ്ങൾ മഹാരാജാസിന്റെ ഒന്നാം നിലയിൽ ഓട് പൊളിച്ച് അകത്ത് വന്നത് എന്ന്. ഒന്ന്, അറിവ് സംവദിക്കപ്പെടേണ്ട ക്യാമ്പസുകൾ, ചർച്ചകളാലും പുസ്തകങ്ങളാലും സംവദിക്കപ്പെടേണ്ട ഹോസ്റ്റൽ റൂമുകൾ, ആ ഹോസ്റ്റൽ റൂമിൽ വെച്ചാണ് ഇത്തരം മാരകായുധങ്ങൾ കണ്ടുകിട്ടിയത് എന്ന യാഥാർത്ഥ്യം പോലും മറച്ചു വെച്ച് ഇതേതോ റോഡ് സൈഡിൽ നിന്നോ ഏതോ കൊട്ടേഷൻ സംഘങ്ങളുടെ അടുത്ത് നിന്നോ പിടിച്ചെടുത്ത ആയുധങ്ങളാണ് എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട MLA MN ഷംസീർ പറയുന്നത് വളരെ ഖേദത്തോടെയാണ് കേട്ടിരിക്കുന്നത്. ഇത് പിടിച്ചെടുത്തത് കൊട്ടേഷൻ സംഘങ്ങളുടെ കയ്യിൽ നിന്നല്ല, ഒരു മഹാ ക്യാമ്പസിൽ നിന്നാ. രാജകീയ ക്യാമ്പസ് എന്ന് കേരളത്തിൽ ഉടനീളം അറിയപ്പെടുന്ന മഹാരാജാസിന്റെ ഹോസ്റ്റലിൽ നിന്നാണ് ഈ ആയുധങ്ങൾ പിടിച്ചെടുക്കപ്പെട്ടത്. ആ ആയുധങ്ങളെ നിസാരവൽക്കരിച്ച് അത് ആയുധമല്ല, അത് ഒരു വലിയ ആയുധമല്ല, കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട്. ഞങ്ങൾ പറയട്ടെ, ആ ആയുധമാണ് എങ്കിൽ അത് ആര് കൊണ്ടുവച്ചു, അത് എന്തിനവിടെ വെച്ചു, എങ്ങനെ അത് അവിടെ വന്നു, കൃത്യമായ അന്വേഷണം വേണം. അന്വേഷിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്ത് അവരെ ഒറ്റപ്പെടുത്തണം. അതിനു പകരം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ പറയുന്നു ഇത് അങ്ങനെ ഒരു വടിവാളില്ല, ബോംബില്ല, ഇത് വെറുതെ മറ്റേ വാർക്കപ്പണിക്കുള്ള സാധനം. ഞങ്ങൾ ചോദിക്കട്ടെ, വാർക്കപ്പണിക്ക് വേണ്ടിയാണോ തുണി ചുറ്റി കയറ് ചുറ്റി ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അവിടെ കൊണ്ടുവച്ചത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട കണ്ണൂരിന്റെ MLA പറയുന്നു, ഷംസീർ MLA പറയുന്നു, ഞങ്ങൾ വലിയ രീതിയിലുള്ള ആയുധങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ആയുധങ്ങൾ തന്നെയാ. ഇത് വെച്ച് ഞങ്ങളിൽ പല ആളുകൾക്കും കേരളത്തിലുടനീളം KSUക്കാർക്ക് നിങ്ങളുടെ SFIക്കാരുടെ അടുത്ത് നിന്ന് ഇതുപോലുള്ള ആയുധങ്ങൾ വെച്ചുള്ള അടിയിൽ അഡ്മിറ്റാണ് ഹോസ്പിറ്റലിൽ. കഴിഞ്ഞ മാസം തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ നിങ്ങളുടെ ആളുകൾ ക്ലാസ്സിൽ കയറി ഞങ്ങളുടെ KSU പ്രവർത്തകരെ അടിച്ചതും തലയിൽ 16 സ്റ്റിച്ച് വന്നതും ചെവിയിൽ സ്റ്റിച്ച് വന്നതും അവിടെയാണ് ശ്രീ ഷംസീർ പറയുന്നത് ഈ ചർച്ചയിൽ നിർബന്ധമായും വേണം. ആരുടെ അക്രമത്തിനിരയായിട്ടാണ് സൈമൺ ബ്രിട്ടോ? അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നമുക്ക് പോകണ്ട. സൈമൺ ബ്രിട്ടോയുടെ കേസിൽ എന്ത് പറ്റി? കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാജാസിന്റെ ചർച്ചയുമായിട്ട് വരുമ്പോ സൈമൺ ബ്രിട്ടോയുടെ പേരെടുത്ത് ഇവരെല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കട്ടെ, ആ കേസുമായി ബന്ധപ്പെട്ട് കോടതി നടപടി എന്തായിരുന്നു, കേസ് എങ്ങനെ വന്നു, അതിൽ കൂടി ഒരു മറുപടി വേണം. ശരി, ഒരു പേര് ശ്രീ ശ്യാം,